ഷീനിച്ചേട്ടനൊക്കെ സ്വയം നശിപ്പിച്ചു എന്ന് ഞാൻ പറയും, സ്വയം പീഡിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറയും. ഞാൻ ഒരു സിനിമ ഒഴിച്ച് ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും ചെയ്ത് ചേട്ടമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് ഹ്യൂമർ ഉണ്ടെങ്കിൽ ഞാൻ ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ മനസ്സിൽ കണ്ടതിൻ്റെ 100 ഇരട്ടി മുകളിൽ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ കഴിയുന്ന മലയാള സിനിമയിൽ ഒരു നടനേ ഉണ്ടായിരുന്നുള്ളൂ, അത് ജഗദീഷ് കുമാർ. നമ്മളത് ഞെട്ടിപ്പിച്ചളയില്ലേ, കട്ട് പറയരുതേന്ന് പ്രാർത്ഥിച്ചു. അത് ജഗതി തന്നെയാണ്. ഷീനിച്ചേട്ടനൊക്കെ സ്വയം നശിപ്പിച്ചു എന്ന് ഞാൻ പറയും, സ്വയം പീഡിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറയും. ഒരിക്കലും ഷീനിച്ചേട്ടൻ ഇങ്ങനെ ഇത്രയും സിഗരറ്റ് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വയംവരപ്പന്തൽ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ AC റൂമിനകത്തെ ഷീനിച്ചേട്ടനെ കാണാൻ പറ്റില്ല, ഈ പുകയിര നടക്കാനിരിക്കുന്നത്. AC അല്ലേ, ഒരു സിഗരറ്റിൽ നിന്ന് അടുത്ത സിഗരറ്റിലേക്ക് കത്തിക്കുകയല്ലേ, അപ്പോൾ മുറി മുഴുവൻ പുകയണം. അങ്ങനെ ഞാൻ സഹിയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്ത ഞാൻ ഒരു ജന്മം വലിക്കേണ്ട അത്രയും നിക്കോട്ടിൻ എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെന്ന്. നിങ്ങൾ ജനാലെങ്കിലും തുറന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ആരോടോ വാശി തീർക്കുന്ന പോലെയാണ് സിഗരറ്റ് വലിച്ച് കൂട്ടി. പിന്നെ ഉറപ്പായിട്ട് വലിയും അതിൻ്റെ കൂടെയുള്ള ഈ മദ്യപാനം എഴുതുന്നതിൻ്റെ ഒരു മാനസിക ടെൻഷനായിരിക്കാം. അതിന് റിലീഫ് കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. ഈ വലിക്കുമ്പോഴേ, വലിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിശദീകരിച്ച് പറയാറിയില്ല. പക്ഷേ സ്വയം ജീവിതം നശിപ്പിച്ചളഞ്ഞു. എന്തു നല്ല മനുഷ്യനെന്നേ, കഥകളെന്നല്ലെന്നേ. മലയാള സിനിമ കണ്ട ചുരുക്കം മനുഷ്യരിലൊരാളാണ്. മനുഷ്യരിൽ ഈ ചമയം മുഖത്തും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ, സിനിമയിൽ കുറേ ലക്ഷങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യത്വം ഉണ്ടാവില്ലല്ലോ. ഇന്നലെകൾ മറന്നു പോകും. ഇത് ഇന്നലെകൾ മറക്കാത്ത, പൈസയാണ് അൾട്ടിമേറ്റ്, എല്ലാത്തിൻ്റെ അവസാന വാക്ക് പൈസയാണെന്ന് ചിന്തിക്കാത്ത ഞാൻ കണ്ട ചുരുക്കം പേരിലൊരാൾ ശ്രീനിവാസനാണ്. അദ്ദേഹം പൈസയ്ക്ക് വേണ്ടി കലയിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, പൈസയ്ക്ക് വേണ്ടി ആർത്തി കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു വിശാലമായി ഇന്നലെകൾ ഓർക്കാത്ത ആളല്ല. എനിക്ക് ആ വീട്ടിൽ കിടക്കുന്ന ആ ഫോട്ടോ ആരോ എടുത്ത് പുറത്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി അവന്മാരോട്. ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനോട് കാണിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ഷീനിച്ചേട്ടനോട് പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് കിഷോമാർ വഴിയാണ് പറയിക്കാറ്. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ചേട്ടനെ, കാരണം ബൈപ്പാസൊക്കെ ചെയ്ത ആളല്ലേ. വിളിച്ചാൽ എടുക്കുമെന്ന് എനിക്കറിയാം. വിമല ചേച്ചി എടുത്താൽ പോലും ഞാൻ ശാന്തിയുള്ള ദിനേശാണ് ഒന്ന് കൊടുക്കുമെന്നുണ്ടെങ്കിൽ കൊടുക്കും, അത്രയും ബന്ധമുണ്ട്. പക്ഷേ ഞാൻ വിളിക്കില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കിഷോമാറിനെ വിളിച്ച് പറയും. കിഷോമാർ ഷീനിച്ചേട്ടനെ കാണുമ്പോൾ പറയും, ഇന്നലെ ശാന്തിവിള ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറയും. അല്ല, ഏത് കാര്യമായാലും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാളോടാണ് പറയാറുള്ളത്. അപ്പോൾ അയാൾ പോയി പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുമെന്ന് ഇത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ. അങ്ങേര് പറയുന്ന വാചകം തന്നെ അങ്ങോട്ട് തിരിച്ച് പറയാം. ഇത് ആഹാരം എഴുത്തല്ലോ ദിനേശ്. അല്ലെങ്കിൽ 5 തെങ്ങിൻ്റെ ചോട് കിളച്ചേക്കാം എന്ന് പറഞ്ഞ് കൂലിപ്പണിക്ക് ഒരുത്തനെ നിർത്തിയാൽ വൈകുന്നേരം ആകുമ്പോൾ 5 തെങ്ങിൻ്റെ ചോട് കിളയ്ക്കണമെന്ന് പറയുമ്പോൾ അല്ലല്ലോ, തിരക്കഥയുണ്ട്. അത് മനസ്സിൽ നിന്ന് വരണ്ടേ. അത് തീർച്ചയായിട്ടും അത്രയും പെയിൻ എടുത്ത് തന്നെയാണ് പുള്ളി അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ സന്ദേശം അടക്കമുള്ള സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൊരു പതിരില്ല എന്നുള്ളതുകൊണ്ടാണ്. അപാര ജീനിയസ് തന്നെയാണ്. ഭയങ്കരം ഞാൻ കണ്ട മനുഷ്യൻ, ഞാൻ കണ്ട ജീനിയസ് ഷീനിച്ചേട്ടൻ തന്നെയാണ്.